ഹായ് ഹലോ എല്ലാവർക്കും ഷെറൂസ് ഫുഡ് ഗാലയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്ട്രീറ്റ് സ്റ്റൈൽ സാൻഡ്വിച്ചാണ്. നല്ല സ്പൈസി സാൻഡ്വിച്ചാണ്. കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ, നമ്മുടെ ഉരുളക്കിഴങ്ങില്ല, അതൊരു 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് വേവിച്ച് നന്നായിട്ട് ഉടച്ചതാണ്. പിന്നെ ക്യാരറ്റ് പകുതി ഗ്രേറ്റ് ചെയ്തത്, ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ബ്രെഡ് ഞാനിവിടെ 4 എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അത്ര എടുക്കാം. പിന്നെ ടൊമാറ്റോ സോസ് 1 ടേബിൾ സ്പൂൺ, സോയാ സോസ് 1 ടേബിൾ സ്പൂൺ, മുളക് പൊടിയും മല്ലിപ്പൊടിയും ഞാൻ ഒരുപോലെയാണ് എടുത്തേക്കുന്നത്. 1 ടീസ്പൂൺ വീതം എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് ആവശ്യത്തിന്, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, മയോണൈസ് 2 ടേബിൾ സ്പൂൺ, ചീസ് ഇത് നമ്മൾ അതിനകത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ ബ്രെഡിനനുസരിച്ച് നിങ്ങൾ അതുപോലെ എടുക്കുക. പിന്നെ ഇതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ഞാൻ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. അത് ചൂടായിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഞാൻ സവാള ഇടുകയാണ്. സവാള ഇട്ട് അത് നേരാകുമ്പോൾ നമുക്ക് ബാക്കി ഇതൊക്കെ ഇടാം. ഇച്ചിരി ഞാൻ ഉപ്പിട്ട് കൊടുക്കുകയാണ്, സവാള പെട്ടെന്ന് മുക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റ് ഇടാം. അത് പാകമായിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. നമുക്ക് മറ്റ് മസാലകളൊക്കെ ഇടണമല്ലോ, അപ്പം ഞാൻ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടാം. കുറച്ചുകൂടെ ഉപ്പ് ഞാൻ ചേർത്തു. നേരത്തെ കുറച്ച് ഇടണ്ടായിരുന്നുള്ളൂ, ബാക്കി ഉപ്പ് ചേർത്തു. എന്നിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഞാൻ ടൊമാറ്റോ സോസ് ചേർക്കുകയാണ്. ഞാൻ വീട്ടിലുണ്ടാക്കിയ ടൊമാറ്റോ സോസാണ്. നിങ്ങൾ എൻ്റെ നേരത്തെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം, ഞാൻ ഉണ്ടാക്കിയതാണ്. ഈസിയാണ്, നിങ്ങളതൊന്ന് കാണുക. ഒരുപാട് പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. കുരുമുളക് പൊടി, ജീരകപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. ഇപ്പോൾ എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർക്കട്ടോ. ഇതിപ്പോൾ ഞാൻ പാകത്തിന് എരിവാണ് ചേർത്തിരിക്കുന്നത്. ഒരല്പം സോയാ സോസ്
ചേർക്കാം. സോയ സോസിൻ്റെ ടേസ്റ്റ് ഇല്ലാത്തവർക്ക് അത് ചേർക്കണമെന്നില്ല കേട്ടോ. ഈ സോയ സോസ് ചേർക്കുമ്പോൾ അതൊരു നല്ല കളറ് വ്യത്യാസം വരും. കണ്ടില്ലേ, ഒരു ബ്ലാക്ക് ഷെയ്ഡ് അതിന് വരുന്നുണ്ട്. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണമെന്നില്ല. പിന്നെ അവസാനം നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർക്കുകയാണ്. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതുപോലെ ആക്കിയെടുക്കുക. നമ്മുടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് പാനിൽ നെയ്യോ ബട്ടറോ എന്താണെന്ന് വെച്ചാൽ തേച്ചിട്ട് നമുക്ക് ഈ ബ്രെഡ് ഒന്ന് ചെറുതായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം. രണ്ട് സൈഡും തിരിച്ചിട്ട് ഞാൻ ടോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡിലും ബ്രെഡിൻ്റെ ഓരോ സൈഡിലും തേച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ലെയറായിട്ട് ഒരുപാട് ബ്രെഡ് അടുക്കി വയ്ക്കണമെങ്കിൽ രണ്ട് സൈഡിലും തേക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളുണ്ടാക്കിയില്ലേ ആ മിക്സ് ഇതിലേക്ക്, പൊട്ടറ്റോ മിക്സ് ഇതിലേക്ക് ചേർക്കുകയാണ്. രണ്ട് ബ്രെഡിലും ഇത് വെക്കണം. അതുപോലെ ഇപ്പുറത്തെ ബ്രെഡിലും അതുപോലെ ഇടുക. ഏകദേശം ഒരു 5 ബ്രെഡിനുള്ള ഈ മിക്സ് ഉണ്ട്. ഞാനിപ്പോൾ ഒരെണ്ണം മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചീസ് വെക്കാം. കണ്ടോ, സൂപ്പർ ടേസ്റ്റിയാണ്. ഇതുപോലെ വെക്കുക. ഇനി നമുക്കത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് ഇതുപോലെ എടുക്കാം. നമ്മുടെ സ്പൈസി സാൻഡ്വിച്ച് റെഡിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് നമുക്ക് വീണ്ടും കാണാം.